പോർച്ചുഗൽ ക്രൊയേഷ്യനെ 2-1 തോൽപ്പിച്ച് റൗണ്ട് ഓഫ് 16ലേക്ക് കയറിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പോർച്ചുഗൽ ഫാൻസ് ഇന്നലത്തെ പെർഫോമൻസ് കൊണ്ട് ഹാപ്പിയാണോ? കാരണം നെക്സ്റ്റ് ഒപ്പോണന്റ് സ്പെയിൻ ആണ്. അവരാണെങ്കിൽ ആ യൂറോ വിന്നിംഗ് ക്യാമ്പയിനിലൊക്കെ കാഴ്ചവെച്ച പോലത്തെ ഒരു എലൈറ്റ് ലെവൽ ഓഫ് ഫുട്ബോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിംഗ് ഇന്റൻസിറ്റി ആയിക്കോട്ടെ, ബോൾ റിക്കവറീസ് ആയിക്കോട്ടെ, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആയിക്കോട്ടെ, കൺവേർഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും അവർ ടോപ്പ് തന്നെയായിരുന്നു. യമാലും ഫുള്ളി ഫിറ്റ് ആൻഡ് ഫയറിംഗ് ആയി. സോ നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. പോർച്ചുഗലിന് സ്പെയിനിനെ തോൽപ്പിക്കാൻ സാധിക്കുമോ? എന്റെ അഭിപ്രായത്തിൽ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം റൊണാൾഡോയോ, ബ്രൂണോയോ, വിറ്റീനിയോ, ജോവാനെവസോ, ന്യൂനോ മെൻഡസോ കളിക്കാണ്ടിരിക്കുന്ന ഒന്നുമല്ല. അതിന് കാരണം നിങ്ങളുടെ മൊട്ടത്തലയൻ മാൻഡ്രേക്ക് റോബർട്ടോ മാർട്ടിനസ് ആണ്. ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷൻ അദ്ദേഹം നശിപ്പിച്ചു. ഇനി പോർച്ചുഗലിനെ നശിപ്പിച്ചിട്ടേ അങ്ങേര് പോകാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എങ്ങനെയാണ് ഒരു മാനേജറിന് ഇത്രയും ടോപ്പ് കളിക്കാർ കയ്യിലുണ്ടായിട്ട് അതിൽ ഒരാളുടെ പോലും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റുന്നത്? ആരും മോശം കളിക്കാരൊന്നും അല്ലല്ലോ. റൊണാൾഡോ ബെസ്റ്റ് ഗോൾ സ്കോറർ, ബ്രൂണോ അസിസ്റ്റ് റെക്കോർഡ് പ്രീമിയർ ലീഗിലെ വെട്ടിച്ചിട്ട് വരുന്ന മനുഷ്യൻ, ന്യൂനോ മെൻഡസ്, വിറ്റീനിയ, ജോവാനെവസ്, ഇവരെല്ലാവരും 2 ടൈം ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ്, അതും ബാക്ക് ടു ബാക്ക്. അപ്പൊ ഇവരിൽ ഒരാളുടെ പോലും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് എ മാനേജർ യു ആർ എ ഫെയിലിയർ എന്നല്ലാണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റും. അപ്പൊ പോർച്ചുഗൽ ഫാൻസ് പറയും റോബർട്ടോ മാർട്ടിനസ് മാൻഡ്രേക്ക് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ ടീമിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ഉള്ളത്? അതുപോലെ തന്നെ സ്പെയിൻ ഗെയിമിൽ നിന്ന് നിങ്ങൾ എന്ത് റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എല്ലാം കമന്റ്സിൽ പറയും. ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. ഗുഡ് ബൈ.